രാമേട്ടാ മാമൻ പാവല്ലേ ഭയങ്കര സങ്കടത്തിലാണ്. എന്ത് കാര്യം? കാറ് പോയില്ലേ? എന്റെ സങ്കടം അങ്ങനെ ഇത്ര നാള് വെച്ച് പണിത് കുത്തക് മിനാർ എടുത്ത വണ്ടിയെ ഞാൻ 1 ലക്ഷം രൂപ എടുത്ത് കടമാച്ച് വാങ്ങിച്ച എന്റെ അടുത്ത് നിനക്ക് സങ്കടമില്ല. ഇതിനായില്ല ഞാൻ എങ്ങനെ തീറ്റി പോറ്റു? അങ്ങനല്ലെന്നേ, മാമൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് അതിനെ തൊട്ടും തലോടിയൊക്കെ അല്ലേ. ഇനിയിപ്പൊ നാളെ തൊട്ട് എന്ത് ചെയ്യും? കഷ്ടം തന്നെ. നിന്റെ മാമന് തൊട്ടും തലോടാൻ ഞാൻ ഒരു മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചു തരട്ടാ? വേണ്ടാട്ടാ, അത്രയൊന്നും ആവശ്യമില്ല. ഒരു ഐറ്റനോ മാരുതിയുടെ വല്ല കാറോ ഒക്കെ വല്ല വാങ്ങിച്ചു കൊടുക്കും. ഐത്തോ ഐറ്റൻ ഐറ്റൻ പറയിപ്പിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്ക്. ഡബിൾ ഈ ഐസ്ക്രീം വേണോ? ഓ വേണം, ഇങ്ങോട്ട്. ഇങ്ങോട്ട് എടുക്കല്ല, ആദ്യം അത് ഉണ്ടാക്കുക, എന്നിട്ട് തരാം. എല്ലാം വേണമല്ലോ ഈ വീട്ടിലുള്ള എന്ത് തിന്നാണെങ്കിലും അത് വേണം. ഓ ഞാൻ തിന്നണേനാണ് നിന്റെ കുഴപ്പം. തിന്നണേന് അങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴല്ലേ 4 ദോശ അങ്ങോട്ട് കഴിച്ചത്, അതിനിടയ്ക്ക് ഇപ്പൊ ഇത് എന്തിന് ഉണ്ടാക്കണത്? അതുപോലെ നിങ്ങൾക്ക് ഐസ്ക്രീമും വേണം. പക്ഷെ എങ്ങനെയുണ്ടാ മനസ്സിന് തീറ്റ ഭ്രാന്ത്? ഇത് അലിഞ്ഞു പോണം, ഞാൻ കഴിക്കണം. തിന്നല്ലെന്ന് അലിഞ്ഞു പോണെന്ന്. അലിയോണെ ഞാൻ കഴിച്ചോളാം. ആർക്കും ഇല്ലാതെ പോണെന്ന് ഉണ്ടാക്കുന്ന ഒഴി ഞാൻ കഴിക്കട്ടെ. എന്റെ പൊന്നു, പിന്നെ എന്റെ തൊഴിക്കാൻ ഞാൻ എത്ര ഒഴിക്കും? എന്തിന് കൂടിപ്പോണ്ട? എണ്ണ കൂടിപ്പോ എന്തോന്നത്? എന്റെ പതഞ്ഞു പൊങ്ങണത്. പതഞ്ഞു പൊങ്ങണ എന്തിനാ? അത് ഞാനുണ്ട്. ആ സൈക്കിള് നീ നശിപ്പിക്കും. സൈക്കിള് നശിപ്പിക്കണല്ല, ടൈറ്റ് ആക്കിയതല്ല. പിന്നെ ആശാ ഇത് പിടി. ആണ്ട് ആ കാർ കൊണ്ടുപോയ സങ്കടം ഇത് പകുതിയെങ്കിലും കുറെ ഇത് പിടിച്ചോ. പിടിച്ചോ എന്നാ. ആശാനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, ആശാൻ എങ്ങനെയാണ് ഈ വർഷാപ്പ് പണി പഠിച്ചത്? അത് വെച്ച് നമുക്കൊരു വ്ലോഗ് എടുക്കാം. അത് വെച്ച് മാമ പറഞ്ഞോട്ടെ. നീ ചുമ്മാരി, സൗകര്യം. അച്ഛൻ എങ്ങനെയാണ് ഈ പണി പഠിച്ചെന്നുള്ള കാര്യം പറഞ്ഞാലേ വ്ളോഗ് അല്ലേ, നിനക്ക് സിനിമ എടുക്കാനുള്ള സബ്ജക്ട് ഉണ്ട്, അറിയാമോ? എന്തോന്ന് ഡ്രൈവിംഗ് പഠിച്ചതാ? ഓ ആവശ്യമില്ലാതെ പിള്ളേരുടെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവൻ നാട്ടിൽ മൊത്തം പറഞ്ഞ് നാട്ടിൽ. സത്യം തന്നെയല്ലേ പറ കഥ അല്ലേ? സത്യം തന്നെ കഥ. സത്യം ഇത് ആരെന്നറിയാൻ പറഞ്ഞുണ്ടാക്കിയത്? നിന്റെ അമ്മ, അതായത് എന്റെ ചാച്ചി. പിന്നെ എന്റെ അമ്മ അങ്ങനെ കള്ളക്കഥ പറയൊന്നുമില്ല. എന്നാലും റാമേട്ടൻ പറക്കാക്കട്ടെ. അതായത് ഉണ്ണിപ്പിള്ള 2ാം തവണ SSLC എഴുതി ജയിച്ച് നിൽക്കുന്ന സമയം. പാസ്സായോ? പാസ്സായി. കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. പക്ഷെ മനസ്സിലോ വണ്ടിപ്പണി അല്ലെങ്കിൽ ഡ്രൈവർ ആവണം. ആർക്ക്? മാമനും? വെറുതെ ഇങ്ങനെ ആയിപ്പോയത്. അല്ല, അത് മത്തം കുത്തിയാ കുമ്പളം മുളക്കത്തില്ല. അടിപൊളി. ഞാൻ അപ്പൊ പഠിത്തമായിരുന്നു. ഈ എന്റെ കുടുംബത്തിൽ ഏറ്റവും വലിയ പഠിപ്പിച്ച് ഞാനായിരുന്നു. അല്ലെ പാടാ പൂ അടിക്കാതെ വലിയ വലിയ പഠിത്തം, ഭയങ്കര പഠിത്തം തന്നെ. ബാക്കി പറ. അപ്പം ഫർഗോ ദേവസി. സായിബ് ഒന്നുമല്ല, ഈ ഫർഗോ വണ്ടി മാത്രം പണിയുന്ന ഒരു മെക്കാനിക് ആണ് ഈ ഫർഗോ ദേവസി. പണ്ട് ഫർഗോ എന്ന് പറഞ്ഞ ലോറി ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞിനാണ്. അങ്ങനെ ഈ ഫർഗോ ദേവസി നല്ല മധുരം. ഫർഗോ ദേവസിക്ക് 7 നേരം തീറ്റയെ കുറിച്ച് എന്റെ ചിന്ത മൊത്തം. എന്ത് അടുക്കളയിൽ വെച്ചാലും അപ്പം എടുത്ത് തിന്നോളൂ. ഇന്നലെ മാമന് ഞാൻ തരാൻ വെച്ചെന്ന പാവയ്ക്ക ജ്യൂസില്ലേ, ആ പാവയ്ക്ക എടുത്ത് തിന്നു. റാമേട്ട ഇങ്ങനെ സമയത്തിന് ആഹാരം തന്നില്ലെങ്കിലേ മനുഷ്യ ഇല പിടിക്കാൻ ഇറങ്ങും. അത് പ്രകൃതി നിയമമാണത്. അത് ശരിയാ. ആണാ? എങ്കിൽ ഈ വിളവ് നശിപ്പിക്കാൻ വരുന്ന വന്യജീവികളെ ഞാനും നേരിടും. അതിന് നിയമ വകുപ്പുണ്ട്. വെടിവെച്ചുമല്ല നിയമമുണ്ട്. കാട്ടുപന്നികളെ സൂക്ഷിച്ചു കേട്ടാ. നിങ്ങളാണെങ്കിൽ കുറെ നേരം കൊണ്ട് കിടന്ന് സംസാരിച്ചോണ്ടിരിക്കാതെ ഈ ഫർഗോ ദേവസിയുടെ ബാക്കി കഥ എന്തോന്നാന്ന് പറ ഇത്തിരി. ഇങ്ങേരുടെ പേരിലൊരു ശ്ലോകം ഇല്ലേ? ഫർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് ശ്ലോകം അല്ലത്, സിനിമാ പാട്ട്. ബാക്കി കഥ പറ. ഫർഗോ ദേവസി തന്ന് അച്ഛൻ പോയി കണ്ട് അപ്പൊ അങ്ങനെ ദക്ഷിണ വെക്കാൻ പറഞ്ഞതാണ്. അതിന് ഈ ഊരുതണ്ടിയുടെ ഓട്ടക്കേശയിൽ എന്തുണ്ടല്ലേ? ഒന്നാമത് വണ്ടി പോയ പ്രയാസത്തിരിക്കും. ഊര് തണ്ടി
ഒന്നും പറയണ്ട. അല്ലെ എന്നാലും മാമനെയൊക്കെ കേറി തെണ്ടിന്ന് വിളിക്കാന്ന് പറഞ്ഞു. അല്ല ആരെ തെണ്ടിന്ന് വിളിച്ചാലും മാമന്മാരെ കേറി തെണ്ടി. അയ്യോ അല്ല ഞാൻ സിനിമ ഡയലോഗ് പറഞ്ഞ മറ്റേ എന്തോന്ന് സിംഹത്തിന്റെ മട എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ. ഇതാണല്ലോ അല്ല, അങ്ങനെ അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. മാമന്റെ മുഖത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ അത് ഫീൽഡ് ചെയ്യത്തില്ലയോ? എവിടെ കൊണ്ട് വച്ച് സാധനം എവിടെ കൊണ്ട് വച്ച് ഞാൻ എവിടെയൊക്കെ നോക്കി മുടക്കണം.